എഴുത്തിൻ്റെ മറവല്ല വായനയുടെയും നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം പറയുന്നതിന് നമ്മുടെ സാഹിത്യ ചീഫ് കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ, അവർ ഹോണബിൾ പബ്ലിക്കേഷൻ്റെ ചീഫ് എഡിറ്ററാണ്, എഴുത്തുകാരിയാണ്, സാംസ്കാരിക പ്രവർത്തകയാണ്. അവർ പരിപാടിയിലെ സ്വാഗതം പറയുന്നതിനെ ക്ഷണിക്കുന്നു. നമുക്ക് ഇവിടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഹാളാണ്. അപ്പോൾ മറ്റ് ഹാളുകളെ അപേക്ഷിച്ച് ചെറുതാണ്. പക്ഷേ ആൽമരം എത്രയോ ചെറുതാണ്. അതിൻ്റെ ആൽമരത്തിൻ്റെ വിത്ത് എത്രയോ ചെറുതാണ്. പക്ഷെ ആൽമരം വളരെ പവർഫുള്ളാണ്. അതുപോലെയാണ് സാഹിത്യം. അതുപോലെ നമ്മൾ ഇവിടെ വലിയ വലിയ ബലാബലത്തിൻ്റെ ആവിഷ്കാരങ്ങൾ, അതായത് സാംസ്കാരിക രംഗത്തെ അപജയങ്ങൾക്കെതിരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് തൃശ്ശൂരിലെ ട്രൈഫോളം വലിയ വലിയ ബലാബലത്തിൻ്റെ ആവിഷ്കാരങ്ങൾ നടത്തുന്നത് നമ്മളിവിടെ കാണുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വന്ന എല്ലാവരെയും എല്ലാ ശ്രോതാക്കളും വളരെ മൂല്യബോധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുന്നത് വളരെ സന്തോഷവും ബഹുമാനവും എന്താ പറയുക ഒക്കെ ഉള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് പ്രശസ്ത എഴുത്തുകാരി, അവർ ധീരയായ ഒരു എഴുത്തുകാരിയാണ്. നമ്മുടെ സാംസ്കാരിക മൂല്യത്തെ പ്രോജ്വലിപ്പിച്ച, അതുപോലെ ഇതിഹാസ ഗ്രന്ഥമായ ബൈബിളിൽ സ്ത്രീയുടെ ഇടം അന്വേഷിച്ച ധിക്കാരിയായ എഴുത്തുകാരി, പ്രതിഷേധത്തിൻ്റെ അതുപോലെ നവവിചാരത്തിൻ്റെ ഉണർവുകളിൽ സത്തയുടെ പ്രതിഷേധങ്ങൾ കലർത്തിക്കൊണ്ടുള്ള എഴുത്ത് ഉള്ള കവയത്രിയാണ്. അതുകൊണ്ട് അവരെ കഥാ, കവിത, നോവൽ തുടങ്ങിയ ഇടങ്ങളിൽ തൻ്റേതായ വ്യക്തിത്വം നേടിയെടുത്ത എഴുത്തുകാരിയാണ്. അവർ റബോനി എന്ന നോവലിൻ്റെ രചയിതാവ്, അതുപോലെ ബിസിനസ്സുകാരിയാണ്, അധ്യാപികയാണ്. ഓഷോ, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ പ്രശസ്തരായ വ്യക്തികളുടെ കൃതികളൊക്കെ പരിഭാഷപ്പെടുത്തിയ പരിഭാഷക. അവരെ വളരെ ആദരപൂർവ്വം നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. എൻ്റെ സ്നേഹനമസ്കാരങ്ങൾ വേദിയിലും സദസ്സിലും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ എഴുത്തിൻ്റെ മറുപടികൾ എന്ന പ്രോഗ്രാം എല്ലാ എഴുത്തുകാരും പ്രണയത്തിന് പിന്നാലെ പാഞ്ഞു നടന്ന് പിടിക്കും. കുറേ പേര് വല വിരിച്ച് ക്ഷമയോടെ കാത്തിരിക്കും. പക്ഷേ പിന്നെ ഇടവേളകൾ വരുമ്പോൾ അനുഭവ വിനിമയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് തിരികെ എത്താനുള്ള, എഴുത്തിലേക്ക് തിരികെ എത്താനുള്ള പ്രേരണ നേടിയെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാനിതൊന്നും ആയിരുന്നില്ല. ഒരു ദിവസം എഴുത്ത് എന്നെ വന്നോന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. ഞാനങ്ങ് വല്ലാതായിപ്പോയി. എനിക്ക് എഴുതാനുള്ള ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു സാഹിത്യ ചക്രവാളം, അറിവിൻ്റെ സാഹിത്യ ചക്രവാളം വികസിക്കാനുള്ള യാത്രകളോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഈ കെട്ടിപ്പിടുത്തം അതിന് ഞാൻ എൻ്റെ ആദ്യ ചുംബനം എഴുത്തിന് കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ വേദിയിലെ പ്രശസ്തനായ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ തോമസിസ്. അദ്ദേഹം ഇരിക്കുന്നവരോട് പറയുകയാണ്, നമ്മളെ ഡോക്ടർമാരോട് രഹസ്യവും സത്യവും പറയാം. അപ്പോൾ എൻ്റെ ആദ്യ ചുംബനം എന്ന കഥയിലെ നായകൻ ഡോക്ടർ തോമസിസിനെ പോലെ കാരുണ്യവാനും ദൈവത്തെ പോലെ സുന്ദരനുമായ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ എഴുത്തിൽ എനിക്ക് ഭീരുവാകേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ കുടുംബം കാര്യമായി എഴുത്ത് ശ്രദ്ധിക്കാറില്ല. എൻ്റെ പ്രസംഗങ്ങളോ പ്രവൃത്തികളോ ഒന്നും കാര്യമായി സൂക്ഷ്മദർശനം വെച്ച് നോക്കാത്തത് കൊണ്ട്, എങ്കിലും ഞാൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് കുടുംബം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്.
ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ എല്ലാ എഴുത്തും ഞാൻ ഹസ്ബൻഡിനോട് വായിക്കാൻ പറയുമ്പോൾ വായിക്കാറില്ലേ, ഞാൻ വായിച്ച് കേൾപ്പിക്കും. ഒന്ന് കേൾക്കുമോ, ഇതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, നിങ്ങൾക്ക് അത് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കത് തിരുത്താം. പക്ഷെ ഭാഗ്യം അതൊന്നും ഒന്ന് വരിക വെട്ടിക്കളയണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്ത് തുടരാണ് ഉള്ളത്. പക്ഷേ ഈ എല്ലാ എഴുത്തുകാരും ചെയ്യുന്നത് പോലെ എനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ സാധാരണ എഴുത്തുകാരെയും തുടക്കക്കാരെ പോലെ എനിക്ക് ചുറ്റും നടക്കുന്ന സ്ഥൂല സംഭവ വികാസങ്ങളിലാണ് എൻ്റെയും ശ്രദ്ധ പതിയാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ദൈനംദിന അനുഭവങ്ങളൊക്കെ എഴുത്തിന് പ്രമേയമാകുമ്പോൾ പ്രത്യക്ഷ യാഥാർത്ഥ്യങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് അതിൻ്റെ വെളിച്ചം അനുഭവദീപ്തി പ്രസരിക്കുന്നില്ല എന്നുള്ള കുറവ് എൻ്റെ എഴുത്തുകളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. പിന്നെ എഴുത്തിൻ്റെ വായനയുടെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ വായനക്കാർ ഒന്നും ഇല്ലാത്ത എഴുത്തുകാരിയാണ്. എങ്കിലും ഇവിടെ ലിറ്റററി ഫോറത്തിൻ്റെ തുടക്കം തൊട്ട് ഞാൻ അവിടുത്തെ മെമ്പറായിരുന്നു. ഇപ്പോൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ കിടപ്പറയിലും അടുക്കളയിലൊക്കെ ഒതുങ്ങി കത്തുന്ന ഒരു ശരറാന്തം തന്നെയായിരുന്നു. ഇപ്പോൾ സുരേന്ദ്ര മാഷ് എഴുത്തുകാരൻ, ഇവിടുത്തെ മുൻ ലിറ്റററി ഫോറത്തിൻ്റെ സെക്രട്ടറി PRKജാണ്. അവരൊക്കെയാണ് എനിക്ക് ലിറ്റററി ഫോറത്തിലെ കൃഷ്ണൻ സാർ നമ്മുടെ സാറിനെ പരിചയപ്പെടുത്തി. പിന്നെ അന്ന് തൊട്ട് എൻ്റെ അരങ്ങ് ഇതാണ്. ഇപ്പോൾ 2 വാക്ക് ഭയത്തോടു കൂടിയാണെങ്കിലും ഞാനിവിടെ നിന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് തൃശ്ശൂർ ലിറ്റററി ഫോറവും ചെറുതൂർ സാഹിത്യവുമാണ് എന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ചോദിക്കും, ഞാനെൻ്റെ ഒരു പുസ്തകം തന്നോട്ടെ, 10 കഥയുണ്ട്, അതിലൊരു കഥ മാത്രം വായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. പക്ഷെ വായിക്കാനൊന്നും ആർക്കും സമയം ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യം തിരക്ക് പിടിച്ച ജീവിതം. അപ്പം അതുകൊണ്ട് അങ്ങനെ വായനക്കാരൊന്നും ഇല്ല. എങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വായിച്ചാൽ വിളിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, പുസ്തകം കൊടുക്കുമ്പോൾ വിളിക്കാനായിട്ട് തെറ്റ് കണ്ടാലോ അഭിപ്രായം ഇപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. കുറച്ച് ആൾക്കാരുണ്ട് വായിച്ചത്, അപ്പോൾ വിളിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയാറുണ്ട്. പിന്നെ അതിൽ തെറ്റുകളും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അനിൽകുമാർ കോളേജ് എൻ്റെ മാഷ്, പിന്നെ അതുപോലെ ഒരു സന്ധ്യകളൊക്കെ അതിലെ കുറവുകളൊക്കെ പറയാറുണ്ട്. ഞാനതിനെ സ്വീകരിക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഒരു വായനക്കാരൻ്റെ അഭിപ്രായം എന്ന് പറയാൻ, ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ആദ്യം പ്രസ്സിൽ ഈ നോട്ടീസ് അടിക്കുന്ന മാതിരി 10 പുസ്തകമാണ് അടിച്ചത്. പക്ഷെ അത് ഞാൻ പബ്ലിക് ലൈബ്രറി, എൻ്റെ വീടിൻ്റെ വായനശാല വടുക്കനെയാണ്, അവിടെയൊക്കെ കൊടുത്തു. പിന്നെ അറിയാൻ ചോദിച്ചാൽ കൊടുക്കാനില്ല. പക്ഷെ ഒരു പുസ്തകം കയ്യിലുണ്ടായിരുന്നത് മുല്ലനേഴി അനുസ്മരണത്തിന് പോയപ്പോൾ മുല്ലനേഴി മാഷിൻ്റെ മോൻ സംവിധായകനൊക്കെയാണ് പ്രദീപ്. അവർ എൻ്റെ അടുത്ത് സംസാരിച്ചു. അത് ഞാൻ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്കറിയില്ല അവരുടെ ഭാര്യ കൃപ എന്ന് പറഞ്ഞ ഇവിടെ വരുന്ന സിനി ആർട്ടിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അവരുടെ മദറിൻ്റോ സിനിമ നടിയായ ശ്രീമതി രമാദേവി മാഡമാണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ പുസ്തകം ഞാൻ അവർക്ക് കൊടുത്തു. പിന്നെ വേറൊരു പുസ്തക പ്രകാശനത്തിന് ഞാൻ പോയപ്പോൾ വേദിയിൽ രമാദേവി മാഡം ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ സുഹൃത്ത് മുഹമ്മദ് സാറിൻ്റെ പുസ്തക പ്രകാശനമായിരുന്നു. അപ്പോൾ ആള് മറുമൊഴിയിൽ പറഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ എഴുതാൻ നിർബന്ധിച്ച കൂട്ടുകാരിയാണ് സുനിത വിൽസൺ. സുനിത വിൽസനെ വന്നിരുന്നു വന്നു. സുനിത വിൽസൺ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ രമാദേവി മാഡം മറുമൊഴിക്ക് ശേഷം പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവരുടെ പുസ്തകം വായിച്ചു. അപ്പോൾ അതിൽ ഒരു കഥയുണ്ട്. കഥയുടെ പേര് പറയുമ്പോൾ ബുദ്ധിമുട്ട്, ഉദ്ധരിച്ച ലിംഗവും കേൾക്കാത്ത നിലവിളികളൊന്നായിരുന്നു. പക്ഷെ ആ കഥ വായിച്ചിട്ട് ഞാൻ കരഞ്ഞു. എനിക്ക് ഇവരെ ഒന്ന് കാണണമെന്ന് തോന്നി. എൻ്റെ തിരക്ക് കാരണം ഞാനിവരെ അന്വേഷിച്ചില്ല. പക്ഷെ എനിക്ക് വളരെ സന്തോഷം അവരെ കാണാൻ പറ്റിയത്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ആളെൻ്റെ കൂടെ വന്നു. ഞാനത് സ്വപ്നം കണ്ട മാതിരി ഇതെന്താണോ എന്ന് വിചാരിച്ചു.
അങ്ങനെ ഒരു വായനയുടെ മറുപുറത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ എഴുത്തിൻ്റെ മറുപുറങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഞാനൊരിക്കൽ ഒരു ബസ് യാത്രയിൽ ഒരു വീട് കാണാണ്. ദീർഘചതുരാകൃതിയിലുള്ള ഒരു 10 സെൻറ്റോളം വരുന്ന ഒരു വീട്. അതിൻ്റെ വേലി, ബാക്കിലെ വേലിയോട് ചേർന്ന് ഓടിട്ടൊരു ചെറിയ വീട്. വീടിൻ്റെ മുറ്റത്ത് 2-3 മാവുണ്ട്, നിറയെ കരിയിലകൾ പൊളിച്ച് മുറ്റടിക്കാത്തൊരു വീട്. അവിടെ തുണികൾ ഉണക്കാനിട്ടാണ് പുരുഷന്റെ മാത്രം മുണ്ടും ഷർട്ടും ഒക്കെയാണ് കണ്ടത്. അപ്പോൾ വെറുതെ ബസ് ഒരു സെക്കൻഡ് ഒരു ബസ് സ്റ്റോപ്പായിരുന്നു. അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നി, ഈ വീട്ടിൽ നിന്ന് സ്ത്രീകളില്ലാത്ത മുറ്റൊന്നും അടിച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നി. അത്രയ്ക്കും അവരുടെ ഉള്ളൂ, അതായത് സ്ത്രീക്ക് മാത്രമാണ് മുറ്റടിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു എൻ്റെ അനുഭവ ലോകം വളരെ ചെറുതായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചു, എന്താണ് ഇവിടെ സ്ത്രീകൾ ഇല്ലാതിരുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ വികാരമണ്ഡലത്തിലുണ്ടാകുന്ന ചെറു ചലനങ്ങൾ, അതിനെ നമ്മൾ അസ്വാസ്ഥ്യം എന്ന് വിളിക്കുമല്ലോ, അതുപോലെ ഈ വീട് എന്നെ അസ്വസ്ഥപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ ഈ അവിചാരിതം, അപരിചിതം, ദാമ്പത്യം എന്ന് പറഞ്ഞ ഒരു കഥ എഴുതാനുണ്ടായിരുന്നു. പുസ്തകത്തിനായ ചെറുപ്പക്കാരൻ, ബാക്കിയൊക്കെ എൻ്റെ ഇമാജിനേഷൻ, വീട് മാത്രമാണ് കണ്ടത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരന് വിദ്യാഭ്യാസമുണ്ട്, ജോലിയിൽ, എഴുതിൻ്റെ തുടക്കക്കാരൻ, എഴുതാനുള്ള പേപ്പറും അതുപോലെ തന്നെ പേനയൊക്കെ അമ്മ വീട്ടുപണിക്ക് പോയിട്ടാണ് വാങ്ങിക്കൊടുത്തിരുന്നത്. അങ്ങനെയാണ് കഥ ഞാൻ പിന്നെ അതിൽ നിന്ന് തുടങ്ങിയത്. ഈ ചെക്കൻ പണിക്കൊന്നും പോകണില്ലല്ലോ, എല്ലാ ആ കാലത്തെ അമ്മമാരെ പോലെ ഇപ്പോഴും അങ്ങനെയാണ് കുറേ മാതാപിതാക്കൾ. ചെക്കനൊന്ന് പെണ്ണ് കെട്ടിച്ചാൽ ഒരു പക്ഷേ ചെക്കൻ വല്ല പണിക്ക് പോയി രക്ഷപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ച് അമ്മ ഒരു അച്ഛനമ്മയും വയ്യാത്ത ഒരു ബന്ധുവിൻ്റെ സംരക്ഷണത്തിലുള്ള ഒരു 18 വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു. കുട്ടിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അപ്പോൾ ഒരു പക്ഷേ ഈ എഴുത്തുകാരൻ്റെ വരുമാനമില്ലാത്ത എഴുത്തുകാരൻ്റെ ആത്മസംഘർഷങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത കുട്ടി. അമ്മ ആശ്വാസമായിരുന്നു. പെട്ടെന്ന് അമ്മ മരിക്കുന്നു. അമ്മ മരിക്കുമ്പോൾ പിന്നെ കുട്ടി വീട് വിട്ട് ഇറങ്ങി പോവാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ കഥ അങ്ങനെ വായിച്ചവരാരും എന്നെ വിളിച്ചിട്ട് നന്നായിന്നോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാമോ ഒന്നും പറയാത്തൊരു കഥയാണ്. വീട് കണ്ടപ്പോഴാണ് ഇത്രയും എഴുത്തിൻ്റെ മറുപുറങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടി രാത്രി ഇയാളെ ജീവിക്കാൻ പറ്റില്ല, അസഹ്യം എന്ന് തോന്നിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ആ ഇറങ്ങി പോകുന്ന ഭാഗം ഞാനൊരു 2 മിനിറ്റിനുള്ളിൽ വായിക്കാം. വിജനതയിൽ എത്ര ദൂരം പിന്നിട്ടെന്ന് നിശ്ചയമില്ല. പുറത്ത് കൂരിരുട്ടാണ്. കൂറ്റൻ വൃക്ഷങ്ങളുടെ നിഴലുകൾ പ്രാചീന ശില്പങ്ങളെ പോലെ നിലകൊള്ളുന്ന മണ്ണ് വഴിയിലൂടെ നടന്നു. ഒളിച്ചോട്ടം താൽക്കാലിക പരിഹാരമാണെന്ന് തിരിച്ചറിവില്ലാത്ത ആ പ്രായത്തിൽ ലക്ഷ്യബോധമില്ലാതെ നടന്നു. പരസ്പരം പോലടിക്കുന്ന വിചാരങ്ങൾ ധാരാളമായ കുറച്ച് ദിവസത്തെ ചെളി നിറഞ്ഞ അവശിഷ്ടമാണ് താനെന്ന് തോന്നുന്നത്. മ്ലാനമെങ്കിലും നേർത്തൊരു നാട്ടു വെളിച്ചം തന്നിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുഴ വായിക്കുന്നില്ല. പിന്നെ കറുത്താകാശത്തിലെ മിന്നലുകളുടെ സർപ്പങ്ങൾ മാഞ്ഞു. ബലഹീനമാണെങ്കിലും പ്രതിരോധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും അവരുകൾ തീർത്തുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വണ്ടിയുടെ ഹോൺ, ഒരു മഞ്ഞ വെളിച്ച മുഖത്ത് തട്ടി കുട്ടി ഈ പെൺകുട്ടി തലചുറ്റി വീണു. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു ലോറി ഡ്രൈവർ, അവരൊക്കെ പുരുഷന്മാർ ഭയങ്കര മോശമാണെന്നൊക്കെയാണ് ഞാനൊക്കെ ആദ്യം കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനെപ്പോഴും പുരുഷനെ ചേർത്ത് നിർത്തിക്കൊണ്ട് എഴുതാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വെറുപ്പുണ്ട്. അനീതിയും അക്രമത്തെയൊക്കെ കാണുമ്പോൾ അതിനെ എതിർക്കാനുള്ള നീതിബോധം എൻ്റെ മനസ്സിലുണ്ട്, അതെൻ്റെ എഴുത്തുകളിലുണ്ട്. അതുതന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. പക്ഷേ എൻ്റെ എല്ലാ കഥകളിലും പുരുഷനെതിരായിട്ടൊന്നും ഞാൻ എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ ലോറി ഡ്രൈവറുടെ വിയർപ്പ് മണക്കുന്ന ശരീരത്തിൽ
മുഖം ചേർത്തിട്ട് ഇരിക്കുകയായിരുന്നു ഉണരുമ്പോൾ പെൺകുട്ടി. പിന്നെ ഈ പെൺകുട്ടി എന്നെ ചോദിപ്പായി ഒന്നും തോന്നിയില്ല, കാരണം മനസ്സും ശരീരവും ഇങ്ങനെ പൊങ്ങുന്നഴി പോലെയുള്ള ഒരവസ്ഥ ഇങ്ങനെ ഒഴുക്കി വിട്ടേക്കായിരുന്നു. അപ്പം പതുക്കെ ചോദിക്കാണ്, ചേട്ടാ ഞാൻ എവിടെയാണ്? ഒന്നുമില്ലമ്മ, ഭയപ്പെടാതെ ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം. എനിക്ക് വീട്ടിൽ പോകണ്ട ചേട്ടാ, എന്നെ ഈ നാട്ടിൽ നിന്ന് കുറേ ദൂരെ കൊണ്ടുപോയി കളഞ്ഞേക്കും. അയാൾ വിശ്വസിക്കാനാവാതെ വിളിച്ചു നോക്കി. അയാളുടെ നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അഴകാതമ്മ അഴകാതെ. അയാൾ ചുമലിലൊക്കെ ആശ്വസിപ്പിച്ചു. നീ ആര്? എനിക്ക് ആരുമില്ല ചേട്ടാ, എനിക്ക് എന്നെ വേണം, ഈ നാട് വിട്ടു പോകണം, എനിക്ക് അറിയില്ല, എനിക്ക് എനിക്കൂടെ വരില്ല അമ്മ. വെറുതെ മൂടി. എന്നാൽ അയാളോടൊപ്പം ഒരു പ്ലാസ്റ്റിക് കമ്പനി കോയമ്പത്തൂർ അവിടെ പോയി ചരക്കിറക്കി വാടക വീട്ടിൽ പോയി. വീട്ടിലാരുമില്ല. 40 കഴിഞ്ഞ ഒരു മനുഷ്യൻ അച്ഛനമ്മയൊക്കെ മരിച്ചു. സിസ്റ്റർ കല്യാണം കഴിച്ചപ്പോൾ അവർ വീടും അതൊക്കെ പോയി. അപ്പം അങ്ങനെയുള്ളൊരു ഇതിൽ അവിടെ 40-നേക്കാൾ അധികം പ്രായം തോന്നും. മദ്യപാനിയാണ്. വീട്ടിലെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ കഴുത്തിൽ എൻ്റെ ഭാര്യയിലൊക്കെ തെളിഞ്ഞ് കാണുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അന്ന് രാത്രി എൻ്റെ ഈ പെൺകുട്ടിയുടെ രാത്രി മധുവിധി രാത്രിയായിരുന്നു. മനസ്സും ശരീരവും പ്രണയത്തിനും രതിക്കും ഒരുപോലെ വഴിമാറിയ മധുവിധി രാത്രി. അങ്ങനെ എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ചുംബനമേറ്റ ആ രാത്രി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ 2 വർഷം അസാധാരണമായ 2 വർഷം കഴിഞ്ഞു. അസാധാരണമായ കാറ്റ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വീശി. വീശുന്ന ശബ്ദരായ മഴത്തുള്ളികൾ ഒരു നിമിഷത്തെ വിടർച്ചയ്ക്ക് ശേഷം ഇരച്ച് പെയ്യാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയായിട്ടൊരു ലോറി ജീവനക്കാരൻ വരികയാണ്. പിന്നെ 10-18 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു വീട് കണ്ടപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. ഇത് വായിച്ചിട്ട് ആകെ ഒരു എഴുത്തുകാരൻ ഒരു പരിചയക്കാരൻ പറഞ്ഞത് ഒരു നോവലിനുള്ള വകുപ്പുണ്ട് എന്നാണ്. പക്ഷെ കുറച്ച് പേജുകൾ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കേരളത്തിലേക്ക് 10-18 വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ ഇവിടെ നല്ല എഴുത്തൊക്കെ ആയി ജോലിയായി ഭാര്യ തിരിച്ചു വരട്ടെ എന്നൊക്കെ വിചാരിച്ച് ഈഗോ എല്ലാ വർഷമാരെ പോലെ തന്നെ അങ്ങനെ വരുമ്പോൾ വരട്ടെ എന്നുള്ള ആളുടെ 1ാമത്തെ ഭാര്യ എഴുത്ത് തന്നെയാണ്. അങ്ങനെ ഇരിക്കണം. അപ്പോൾ അവാർഡൊക്കെ കിട്ടിയപ്പോൾ എഴുത്തുകാരൻ വരികയാണ്. അവാർഡ് കിട്ടിയപ്പോൾ ഇൻ്റർവ്യൂവിന് ഒരു മാധ്യമപ്രവർത്തകൻ വരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആള് ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ പിന്നെ ഈ വാരിക മാസികയിൽ വന്ന ലേഖനം വായിക്കുകയാണ്. ഒരു സ്വീപ്പർ ഹോസ്പിറ്റലിലെ ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വായിക്കാറുണ്ടോ മാസിക? ഇത് ഞാൻ ചെയ്ത ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് വായിച്ചത്? അപ്പോൾ ഈ മുഖചിത്രം കണ്ടിട്ടാണ്. അപ്പോൾ എഴുത്തുകാരൻ്റെ മുഖചിത്രമാണ്. നേരെ അറിയാം ഇങ്ങനെ എൻ്റെ ഭർത്താവായിരുന്നു. പിന്നീട് ഇവരൊന്നിക്കാതാണ് മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്. പക്ഷേ ഈ പെണ്ണിന് ഒരു സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. ഇവിടെ ജോലി ചെയ്യാൻ വയ്യ, പ്രൈവറ്റ് ജോലിയാണ്, അപ്പോൾ എങ്ങനെയും ജീവിക്കാം. പക്ഷെ എഴുത്തുകാരന് ഈ സ്നേഹമുണ്ട്, പുറത്തേക്ക് കാണിക്കുന്നില്ല. അങ്ങനെയാണ് ഈ അപരിചിതം വിചാരിതം ദാമ്പത്യം എന്ന പേരിലെ കഥ എഴുതിയത്. ഇതൊക്കെ ഒരു വീട് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതുപോലെ ഇപ്പം എനിക്ക് ബസ് യാത്രയാണ് കൂടുതൽ ആയത്. നമ്മൾ പോരുമ്പോൾ ചെറുപ്പത്തിലെ അമ്മാമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മേഘങ്ങളിൽ ഒരേ രൂപം, മൊയില് പട്ടി പൂച്ചകളൊക്കെ പറയും. ഞങ്ങളത് കാണാൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെ യാത്രകളിൽ ഇപ്പോഴും ഇന്നും ഈ രൂപരാഹിത്യത്തിൻ്റെ ഈ അനുനിമിഷ പ്രകടനങ്ങൾ നോക്കിയിരിക്കാറുണ്ട്. അതുപോലെയാണ് എൻ്റെ പ്രമേയങ്ങളൊക്കെ ആയിരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ വസന്ത മാഷ്, അതുപോലെ പി വിനോദ് സാറ്, പ്രഭാഷകർ, നല്ല പ്രഭാഷകർ സാഹിത്യത്തിൽ ഉണ്ട്. അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ പോരാ, എഴുത്ത് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്ക് സ്വയം നവീകരിക്കണം, എനിക്ക് എഴുത്തിൽ മാറ്റം വരുത്തണം എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ സാഹിത്യനെ ഞാൻ എപ്പോഴും വീട്ടിൽ പറയും, എൻ്റെ എല്ലാ ആഴ്ചയും പോകണോ ചോദിക്കുമ്പോൾ പറയും ഒരു ദുർഗുണ പരിഹാര പാഠശാലയാണ്, ഇവിടെ നിന്നാണ് ഞാൻ തിരുത്തുന്നത്, ഇവിടെ നിന്ന് ഞാൻ എഴുത്തിൻ്റെ പുതിയ മാക്സിമം പദങ്ങൾ തേടാണ്, എൻ്റെ ഭാഷ ഞാൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് വീട്ടിൽ ഞാൻ മറുപടി പറയാറുള്ളത്. പിന്നെ
പിന്നെന്താ, പിന്നെ എനിക്ക് എഴുതുമ്പോൾ എൻ്റെ എഴുത്തിൻ്റെ പ്രേരണ ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസമൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ടെക്നോളജിച്ചിലെ നോവലുകൾ വായിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകും ഹസ്ബൻഡ്. സിനിമകളും നോവലുകളൊക്കെയാണ് എഴുത്തിന്. പിന്നെ എഴുത്ത് വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ യാദൃശ്ചികമായിട്ട് എഴുത്തുകാരിയായതാണ്. പിന്നെ എല്ലാ ഇപ്പോൾ എൻ്റെ എഴുത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയാനുള്ളത്, എല്ലാ നല്ല മനുഷ്യരും ഒന്നിച്ച് നിൽക്കുന്ന പൊതുയിടങ്ങളും നമ്മുടെ സാംസ്കാരിക അടിത്തറയും തകർക്കുന്ന മതരാഷ്ട്രവാദികൾ അവർ നമ്മളുടെ അന്യമതവിദ്വേഷവും അതുപോലെ സാംസ്കാരിക ജനാധിപത്യ വിരുദ്ധ മൂല്യങ്ങളുടെ വക്താക്കളാക്കി മാറുന്ന ഒരു ഭയാനകമായ കാലഘട്ടം ആണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനെതിരെ എനിക്ക് ഒരു സൂക്ഷ്മതല പ്രതിരോധമെങ്കിലും ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കിപ്പോൾ എഴുത്തിലുള്ളത്. അപ്പോൾ പരസ്പരം വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സാമൂഹിക കാഴ്ചപ്പാട് വികസിച്ച് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനവസരം തന്ന ലിറ്റററി ഫോറത്തിന് ഞാൻ നന്ദി പറയാണ്. ഞാനിപ്പോഴായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൾ നസീർ സാറിനെ ക്ഷണിക്കുകയാണ്. അവരെ തൃശ്ശൂരിലെ പ്രശസ്തനായ റോബോട്ടിക് സർജൻ, പിന്നെ ലേസർ പ്രോട്ടോളജി, കർണിയ സർജറി, അതുപോലെ ഡയബറ്റിക് ഫുഡ് സർജറി, പിന്നെ ലേസർ വേരിക്കോസ് വെയിൻ സർജറി, അങ്ങനെ ചികിത്സാ രംഗത്തെ ഒട്ടേറെ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഡോക്ടറാണ്. ഇന്ത്യയിലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ബൃഹത്തായ പദ്ധതികളുടെ അമരക്കാരനാണ്. ഇതൊക്കെ കാണണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. ഇന്നാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. ദയാശുപത്രിയിൽ വരാറുണ്ട്, മോളുടെ കുട്ടിയൊക്കെ അവിടെ കാണിക്കാൻ ബന്ധുക്കൾ, പക്ഷെ സാറിനെ കണ്ടിട്ടില്ല. പിന്നെ 2 കഥാസമകാലങ്ങൾ നമ്മളെ സ്വാഗത പ്രസംഗിക പറഞ്ഞതുപോലെ ആൾക്കണ്ണാടി ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റേ വെളിയങ്കോടിൻ്റെ എന്നെ വായിച്ചിട്ടില്ല. ഒരു സർവകലാശാല എൻ്റെ സുഹൃത്ത് പങ്കെടുത്തവർ വാങ്ങി, അപ്പം എനിക്ക് വായിക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ വായിച്ചതാണ്. സ്നേഹമൊക്കെ ജാമ്യങ്ങളുടെ കഥകൾ, അവരെ അങ്ങനെ നല്ല കഥകളൊക്കെ എഴുതിയിട്ടുള്ള അനുഭവങ്ങളുടെ ആളൊക്കെയുണ്ട്. വായിച്ച നല്ല കഥകൾ എഴുതിയ എഴുത്തുകാരനെ വളരെ സ്നേഹത്തോടെ ഞാൻ നമ്മളോട് സംസാരിക്കുന്നതിനെ ക്ഷണിക്കും. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് സുരേന്ദ്രൻ മണ്ണാട്ടി സാറാണ്. 7 നോവല്, 60 ചെറുകഥ, അതുമാതിരി പോലീസിന് വേണ്ടിയിട്ട് 1091 എന്ന മുഴുനീള ഫീച്ചർ ഫിലിം, അതുപോലെ വിജിലൻസിന് വേണ്ടിയിട്ട് നിശബ്ദ ആവരുത്, ഒരുപാട് ടെലിവിഷൻ സീരിയലുകളുടെ കഥാതിരക്കാണ്, അതെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. പോലീസ് കെയർ പദ്ധതികളുടെ നിരവധി പദ്ധതികളുടെ അമരക്കാരനാണ്. അത് കാളവനച്ചപ്പേടുകൾ, മധ്യ കേരള ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന കാളവനച്ചപ്പേടുകൾ തുടങ്ങിയ നല്ല നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ. അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാമിലെ നമ്മളോട് സംസാരിക്കുന്നത് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഹാസ്യം ഒരു സാമൂഹ്യ വിമർശനത്തിൻ്റെ ഒരു ആയുധമാണെന്ന് തിരിച്ചറിയുകയും എഴുതുകയും ചെയ്യുന്ന നല്ല എഴുത്തുകാരൻ. അങ്ങനെ സംഘടന പാഠത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് രൂക്ഷമായ എതിർപ്പിൻ്റെ മുന്നിലും അടച്ചിട്ട വിചാരങ്ങളെ തുറന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സംഘടനാ നേതാവാണ് ലിറ്റററി ഫോറം പ്രസിഡന്റ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ നമ്മളോട് സംസാരിക്കും.